കല എന്ന് പറയുന്നത് ഒരു ക്രിയേറ്റിവിറ്റിയാണ്. കലയെപ്പറ്റി ചിന്തിക്കുമ്പോൾ ഞാൻ ദൈവത്തെപ്പറ്റിയാണ് ചിന്തിക്കുന്നത്. കാരണം ദൈവം ഒരു കലാകാരനാണ്. നേച്ചർ ഈസ് ദി ആർട്ട് ഓഫ് ഗോഡ്. കലയിലൂടെ നിറങ്ങളും നിറക്കൂട്ടുകളും നമ്മൾ രൂപപ്പെടുത്തി എടുക്കുമ്പോൾ അത് മനസ്സിന് കുളിർമ നൽകുന്നുണ്ട്. ഞാനൊരു ബ്രഷ് എടുക്കുമ്പോൾ ദൈവത്തെ ധ്യാനിക്കും. ദൈവത്തിൻ്റെ കൈവേലയാണ് പ്രകൃതി എന്ന് പറയുന്ന പോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കൈവേലയാണ് നമ്മുടെ കല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സുഹൃത്തുക്കളെ നമസ്കാരം. ഞാൻ റവറൻഡ് ഡോക്ടർ ജോസ് പുനവടം. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആർട്ട് ഈസ് ബ്യൂട്ടിഫുൾ എന്ന ഷോയാണ്. ചെറുപ്പം മുതലേ ഞാൻ പടം വരയ്ക്കുമായിരുന്നു. അന്ന് മുതൽ പടം വരയ്ക്കുന്ന സമയത്ത് എൻ്റെ പിതാവിൻ്റെ അടുത്ത് കൊണ്ട് കാണിക്കുമായിരുന്നു. അപ്പോൾ പിതാവ് അപ്രീഷിയേറ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ പിതാവ് പറഞ്ഞു, നിനക്കിങ്ങനെ ഒരു കലാവാസന ഉണ്ട് എന്ന് പറഞ്ഞു. അതെൻ്റെ ജീവിതത്തിൻ്റെ ആരംഭമായിരുന്നു. അദ്ദേഹം ബിസിനസ് ചെയ്യുന്ന ആളായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കൂട്ടുകാർ കടയിൽ വരുന്ന സമയത്ത് ഞാൻ വരച്ച പടം കൊണ്ട് കാണിക്കുമ്പോൾ അവരെല്ലാം അനുമോദിക്കുമായിരുന്നു. അത് ഇതിനെ പ്രോത്സാഹിപ്പിക്കാനൊരു മുഖാന്തരമായി. സൺഡേ സ്കൂളിലും VBSലും പഠിക്കുന്ന സമയത്ത് ചെറിയ ചെറിയ രേഖാചിത്രങ്ങൾ നമുക്ക് കിട്ടിയതിന് ശേഷം അത് പെയിൻറ്റ് ചെയ്യുന്നതും ഈ കലയോടുള്ള സ്നേഹം വർദ്ധിക്കുവാനിടയായി. പിന്നീട് പഠനത്തോടൊപ്പം തന്നെ പടങ്ങൾ വരയ്ക്കാനും വാട്ടർ കളർ ചെയ്യുവാനും ശ്രമിക്കുകയുണ്ടായി. അതെല്ലാം ജീവിതത്തിലൊരു സന്തോഷമാണ്. ശരിക്കും പറഞ്ഞാൽ പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ പടം വരയ്ക്കാനായിരുന്നു ഇഷ്ടം. കലാലയ ജീവിതത്തിൽ ചെന്ന സമയത്താണ് ഈ രേഖാചിത്രങ്ങൾ ചെറുപ്പം വരച്ചതുപോലെ തന്നെ കാർട്ടൂണുകൾ വരയ്ക്കാനായിട്ട് തുടങ്ങിയത്. കാർട്ടൂണുകൾ വരയ്ക്കുന്ന സമയത്ത് അതിന് ക്യാപ്ഷൻ എഴുതാനൊക്കെ അന്ന് ഒരു ചിന്ത ഉണർത്തിയായിരുന്നു. പിന്നീട് വൈദിക സെമിനാരിൽ പോയ സമയത്ത് വൈദിക സെമിനാരിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ പല രീതിയിലുള്ള പ്രോത്സാഹനങ്ങളുണ്ടായിരുന്നു. ചില അധ്യാപകർ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് എൻ്റെ പ്രിൻസിപ്പളായിരുന്ന ഡോക്ടർ MJ ജോസഫ് അച്ഛൻ വരയ്ക്കാനും എഴുതാനും പ്രേരിപ്പിക്കുമായിരുന്നു. അദ്ദേഹമാണ് എന്നെ ജേർണലിസം പഠിക്കാനായിട്ട് ബാംഗ്ലൂരിൽ വിട്ടത് അവധി കാലഘട്ടത്തിൽ. അതെനിക്കൊരു ഉത്തേജനമായിരുന്നു. അന്ന് അവിടെ പത്രം പ്രസിദ്ധീകരിച്ച സമയത്ത് അതിൽ കാർട്ടൂൺ വരച്ചപ്പോൾ കാർട്ടൂണിസ്റ്റുകളെല്ലാം തന്നെ പറഞ്ഞു, വി റിയലി അപ്രീഷിയേറ്റ് ദ കാർട്ടൂണിസ്റ്റ്. ഒരു വിദ്യാർത്ഥിയായിരിക്കുന്ന എനിക്ക് പ്രചോദനമായിരുന്നു. അങ്ങനെയാണ് കാർട്ടൂൺ കടയിലേക്ക് വരാനിടയായി. പിന്നെ പഠനത്തോടൊപ്പം തന്നെ കാർട്ടൂണിനെ പറ്റി വായിക്കാനും പ്രശസ്തരായ കാർട്ടൂണുകളുടെ ബുക്കുകൾ വായിക്കാനും പത്രത്തിലെ കട്ടിങ്സൊക്കെ എടുത്തു വെക്കാനും ഒക്കെ ശ്രമിക്കുകയുണ്ടായി. അത് കഴിഞ്ഞ് മുംബൈയിലെ അപ്പോയിൻമെൻറ്റ് കിട്ടിയ സമയത്ത് ഇപ്പോഴത്തെ മാർത്തോമാ മെത്രാപ്പൊലീത്ത തിരുമേനി ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമാ മെത്രാപ്പൊലീത്ത തിരുമേനി വീട്ടിൽ വന്ന സമയത്ത് ചോദിച്ചു, അച്ഛൻ പടം വരയ്ക്കുക എവിടെ പഠിച്ചെന്ന് ചോദിച്ചു. അങ്ങനെ പഠിച്ച ഡിഗ്രി ഒന്നുമില്ലെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അതൊരു ചലഞ്ചായിട്ട് എടുത്തിട്ട് തിരുമേനിയുടെ ഒരു പ്രോത്സാഹനം, നല്ല വാക്ക്. തിരുമേനി കാലിക്കറ്റ് മുതൽ എന്നെ പ്രോത്സാഹിപ്പിച്ച ഒരു വ്യക്തിത്വമാണ്. ഒരുപാട് എന്നെ പ്രോത്സാഹിപ്പിച്ച് ഞാൻ അദ്ദേഹത്തെ സ്നേഹിക്കുന്നു. അതിനു മുമ്പ് ജോസഫ് മാർത്തോമ, ക്രിസോസ്റ്റം മെത്രാപ്പൊലീത്ത തിരുമേനി ഇവരെല്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. പത്മഭൂഷൺ ക്രിസോസ്റ്റം വലിയ മെത്രാപ്പൊലീത്ത തിരുമേനിയുടെ കൂടെ പ്രസിഡന്റ് ഡയറക്ടറായിട്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് പടം വരച്ചു നൽകിയപ്പോൾ അദ്ദേഹം പബ്ലിക്കിൻ്റെ മുമ്പിൽ എന്നെ അനുമോദിക്കുകയുണ്ടായി. അത് ഏറ്റവും വലിയ പ്രചോദനമായിരുന്നു. അങ്ങനെയാണ് കാർട്ടൂണിസ്റ്റാക്കി, നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന് പറയുന്നത് പോലെ. പിന്നീട് അടുത്ത മെത്രാപ്പൊലീത്ത ജോസഫ് മാർത്തോമ, അദ്ദേഹം ഫാദർ കാർട്ടൂൺ എന്നാണ് എന്നെ വിളിച്ചിട്ടുള്ളത്. സ്നേഹപൂർവ്വം വിളിക്കുമ്പോൾ അത് ഉത്തേജനമായിരുന്നു. ഇങ്ങനെ പഠിച്ച് പല രംഗങ്ങളിൽ കൂടെ പ്രവേശിക്കുകയുണ്ടായി. തിയഡോഷ്യസ് തിരുമേനിയുടെ വാക്ക് കേട്ടിട്ടാണ് സ്കൂൾ ഓഫ് ആർട്സിലെ പ്രൊഫസർ ദീക്ഷിത്തിൻ്റെ കീഴിൽ പോയി അഭ്യസിച്ചത്. ഇതുപോലെ തന്നെ കോട്ടയം ജെറുസലേം പള്ളി ഇരിക്കുമ്പോൾ ഈ ഓയിൽ പെയിൻറ്റ് വരയ്ക്കാൻ താല്പര്യം ഉണ്ടായിരുന്നതുകൊണ്ട് പ്രശസ്തനായ മാമൻ സാറിനെ കാണാനായിട്ടിടയായി. അദ്ദേഹത്തിൻ്റെ കീഴിൽ ഞാൻ ഈ പടം വരയ്ക്കാനായിട്ട് ശ്രമിച്ചു. അദ്ദേഹം ഞാൻ കഴിഞ്ഞ വർഷങ്ങളിൽ സേവനം ചെയ്ത മ്യൂസിയത്തിൽ ധാരാളം പടങ്ങൾ വരച്ചു വെച്ചിട്ടുണ്ട്. ഈ അടുത്ത സമയത്തും അദ്ദേഹം വന്നപ്പം പറഞ്ഞു, സാറിൻ്റെ ഗുരുവാണ്. വലിയ സന്തോഷമാണ്. അദ്ദേഹത്തെ പോയി ഞാൻ കണ്ട് ശരിക്കും ബന്ധങ്ങൾ പുലർത്താറുണ്ട്. നമുക്കെപ്പോഴും ഗുരുക്കന്മാരുടെ ആശീർവാദവും അനുഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ തിരുമേനിമാർ, കാലാകാലങ്ങളിൽ വരുന്ന തിരുമേനിമാർ, മെത്രാപ്പൊലീത്തമാർ, മറ്റ് തിരുമേനിമാർ, സഫ്രഗം മെത്രാപ്പൊലീത്ത, ഇപ്പോഴത്തെ ജോസഫ് മാർ ബർന്നവാസ് തിരുമേനി, കൂർലോസ് തിരുമേനി, മറ്റ് ബിഷപ്പ്മാരെല്ലാം എന്നെ പ്രോത്സാഹിപ്പിച്ചു. ഡോക്ടർ ഫീലിക്സിനോസ് തിരുമേനിയാണ് എന്നെ പഠിക്കാനായിട്ട് ഡോക്ടർ സ്റ്റഡിക്കും ഒക്കെ വിട്ടത്. അപ്പോൾ അതൊക്കെ ഞാൻ ഓർക്കുകയാണ്. കാർട്ടൂൺ എന്ന് പറയുന്നത് ശരിക്കും രേഖാചിത്രങ്ങളാണ്. കാർട്ടൂണ് മനുഷ്യനെ രസിപ്പിക്കാൻ വേണ്ടിയുള്ളതാണെങ്കിൽ പോലും അതിനകത്ത് ആശയങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. എന്താ കമ്മ്യൂണിക്കേഷൻ? ഷെയറിങ് ഓഫ് ഇൻഫർമേഷൻ, ഐഡിയാസ്, ആറ്റിറ്റ്യൂഡ് ഇൻ എ മൂഡ് ഓഫ് മ്യൂച്വാലിറ്റി. അപ്പോൾ ഒരു കാർട്ടൂണിൽ കൂടെ ചില ആശയങ്ങൾ, എൻ്റെ മനോഭാവങ്ങളൊക്കെ പ്രചരിപ്പിക്കുന്നുണ്ട്. ഞാൻ കാർട്ടൂൺ വരയ്ക്കാറുണ്ട്, ഓയിൽ പെയിൻറ്റ് ചെയ്യാറുണ്ട്, ചില കളിമണ്ണ് കൊണ്ടുള്ള
ചില മോഡൽസൊക്കെ ഉണ്ടാക്കാറുണ്ട്. പണ്ട് കാലങ്ങളിലാണെങ്കിൽ വൈക്കോലൊക്കെ വെട്ടിയെടുത്തിട്ട് ആർട്ട് വർക്ക് ചെയ്യാറുണ്ടായിരുന്നു. സാൻഡ് കൊണ്ട് ക്യാൻവാസ് ബോർഡിൽ ചെയ്യാറുണ്ടായിരുന്നു. ഗ്ലാസ് പെയിൻറ്റിംഗ് ഒക്കെ ചെയ്യാറുണ്ട്. ചില പള്ളിയിലെ ഗ്ലാസ് പെയിൻറ്റിങ് പുൾപ്പിറ്റൊക്കെ ചെയ്തിട്ടുണ്ട്. അവരൊക്കെ അപ്രീഷിയേറ്റ് ചെയ്ത് ഇന്നും അത് നിലനിർത്തിയിട്ടുണ്ട്. ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. കാർട്ടൂൺ എപ്പോഴും തീമുണ്ടായത് ദൈവശാസ്ത്ര വിദ്യാർത്ഥി ആയിരുന്നുകൊണ്ടാണ്. സാമൂഹ്യ തിന്മകളോടുള്ള പ്രതികരണം ഒരു തിയോളജിക്കൽ സ്റ്റുഡൻ്റ് ജീവിതത്തിൻ്റെ ഭാഗമാകണമെന്ന് ചിന്തിച്ചപ്പോഴാണ് ശരിക്കും ആദ്യമായിട്ട് നോട്ട് വൈഫ് സെൻറ്റേഡ് ബട്ട് ക്രൈസ്റ്റ് സെൻറ്റേഡ് കാർട്ടൂൺ വരച്ചത്. ആ ഒരു കാർട്ടൂണ് ചലഞ്ചിങ് ആയിരുന്നു. പലരും എന്നെ ക്രിട്ടിസൈസ് ചെയ്തു. അപ്പോൾ കാർട്ടൂണിൻ്റെ തീമെന്ന് പറയുന്നത് സോഷ്യൽ ജസ്റ്റിസിന് വേണ്ടിയുള്ള കാര്യമാണ്. എക്കോളജി അതിനകത്ത് വരയ്ക്കാറുണ്ട്. കേരളിൻ്റെ കാര്യമൊക്കെ വരച്ചായിരുന്നു. പിന്നെ എൻഡോസൾഫാൻ്റെ കാര്യങ്ങൾ വെച്ചിട്ട് വരച്ചായിരുന്നു. ആദ്യം കാർട്ടൂൺ ഒരു ശരിക്കും സർക്കാസ്റ്റിക്കായിട്ട് ചെയ്യുന്നത് എൻ്റെ കൂടെ പഠിച്ച പ്രിയപ്പെട്ട യൂണിവേഴ്സിറ്റിയുടെ VCയുടെയൊക്കെ സെക്രട്ടറി ആയിരുന്ന പ്രിയപ്പെട്ട ഷാജൻ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനാണ്. ഞങ്ങളന്ന് സ്റ്റുഡൻസ് ക്രിസ്ത്യൻ മൂവ്മെൻ്റ് സെക്രട്ടറിയായിട്ട് ഞാൻ വർക്ക് ചെയ്യുമ്പോൾ, പ്രസിഡൻ്റായിട്ടൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് പ്രിയപ്പെട്ട ഷാജൻ ഓർത്തഡോക്സ് യുവജന പ്രസ്ഥാനത്തിൻ്റെ സെക്രട്ടറിയായിട്ട് വർക്ക് ചെയ്യും. ഇന്നും ഞങ്ങൾ ഒരുമിച്ച് കൂടാറുണ്ട്. ഷാജൻ്റെ വീടിൻ്റെ പേര് പീസ് കോട്ടേജ് എന്നായിരുന്നു. അത് വെച്ചിട്ട് ഞാനൊരു കാർട്ടൂൺ വരച്ചു. പീസ് കോട്ടേജിൻ്റെ ഗേറ്റൊക്കെ വരച്ചു. അതിനുശേഷം വീട്ടിൽ നിന്ന് ബഹളം ഉണ്ടാക്കുന്നതായിട്ട് വരച്ചു. അപ്പോൾ കോൺട്രഡിക്ഷൻ ആയിരുന്നു. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ്റെ വീട്ടിൽ സമാധാനമൊന്നും ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഞാൻ ചുമ്മാ അത് വെച്ച് ഒന്ന് വരച്ചു. ആദ്യം എനിക്ക് പേടിയായിരുന്നു കാണിക്കാൻ. പിന്നെ അത് മലയാള മനോരമ മംഗളത്തിലൊക്കെ അത് പ്രസിദ്ധീകരിച്ചു. കോട്ടയം എരച്ചിലമ്പള്ളിയിലിരിക്കുമ്പോൾ വാരികകളിലും പത്രങ്ങളിലും ഒക്കെ വരയ്ക്കാനായിട്ടിടയായി. അപ്പോൾ അതിനകത്ത് തീമെന്ന് പറയുന്നത് ശരിക്കും സമൂഹത്തിൻ്റെ പ്രശ്നങ്ങളാണ്. ദീനരോധനം. ജേർണലിസം പഠിക്കാൻ പോയ സമയത്ത് അവിടെ സോഷ്യൽ ഇൻജസ്റ്റിസിനെതിരെയുള്ള പോരാട്ടമായി ഞങ്ങളെ പഠിപ്പിച്ചപ്പോൾ, ഡെവലപ്മെൻറ്റ് എന്താണെന്ന് പഠിപ്പിച്ചപ്പോൾ ഡെവലപ്മെൻറ്റ് ജേർണലിസ്റ്റ് പറഞ്ഞത് നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ നമ്മൾ പത്രങ്ങൾ ഉപയോഗിക്കണം. ഇന്നതുണ്ടോ എന്നുള്ള സംശയമാണ്. അങ്ങനെയാണ് തീം ഉണ്ടാക്കിയത്. സമൂഹത്തിൻ്റെ പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ പ്രകൃതിയുടെ ദീനരോധനങ്ങൾ, പിന്നെ പൊളിറ്റിക്സ്, ഇതെല്ലാം വരയ്ക്കാനായിട്ടിടയായി. മറുവശത്ത് ഓയിൽ പെയിൻറ്റ് ചെയ്യുന്ന സമയത്ത് ശരിക്കും ഈ ദൈവത്തിൻ്റെ ആർട്ട് വർക്കാണ് പ്രകൃതി എന്ന് പറയുമ്പോൾ പ്രകൃതിയിലുള്ള ചില കാര്യങ്ങൾ വരയ്ക്കുകയാണ്. അത് ലാൻഡ്സ്കേപ്പ് ആകാം, പിന്നെ അതുപോലെ തന്നെ പ്രകൃതിയിലെ ദീനരോധനങ്ങൾ, കിളികളാവാം, അങ്ങനെയൊക്കെ ആവാം. ഒപ്പം സ്ത്രീ പീഡനത്തിൻ്റെ ചില ചിത്രങ്ങൾ വരയ്ക്കാറുണ്ടായിരുന്നു. സ്ത്രീ പീഡനം. പിന്നെ ക്രൈസ്റ്റിൻ്റെ ഡിഫറെൻ്റായിട്ടുള്ള മുഖരും ഒക്കെ വരച്ചിട്ട് ക്രൈസ്റ്റ് വ്യത്യസ്തനാണ്. ബ്ലാക്ക് ക്രൈസ്റ്റ് ഉണ്ട്, ബ്ലാക്ക് ഗോഡ് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ബ്ലാക്ക് ക്രൈസ്റ്റ് ചിലപ്പോൾ ഉണ്ടാകും. സൗന്ദര്യമൊക്കെ കുറയ്ക്കും. മ്യൂറൽ ആർട്ട് പോലെ ചിലത് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ ഐക്കണോഗ്രാഫിയെ പറ്റി റിസർച്ച് വർക്കിനകത്ത് കുറേ കാര്യങ്ങളൊക്കെ പഠിച്ച സമയത്ത് എനിക്ക് മനസ്സിലാവുന്നു, ഐക്കണുകൾ മനുഷ്യ മനസ്സുകളെ ചിന്തിപ്പിക്കുന്നതാണ്. അത് ശരിക്കും ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷത്തിൽ വരയ്ക്കുന്നതാണ്. 40 ദിവസം ഉപവസിച്ചിട്ടാണ് അത് വരയ്ക്കുന്നത്. അതിനകത്തൂടെ ശരിക്കും ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയുള്ള തുറന്ന വേദപുസ്തകമാണ്. വായിക്കാൻ അറിയാമായവർക്ക് പടം കണ്ടുമ്പോൾ മനസ്സിലാകും. ഇറ്റ്സ് എ വേ ടു ദ കിങ്ഡം ഓഫ് ഗോഡ്. അത് ചിന്ത ഉണർത്തുന്നു. സോ എവരി സൈൻ ആൻഡ് സിംബൽ ഇൻവൈറ്റ്സ് തോട്ട്സ് എന്നാണ് ഞാൻ എൻ്റെ ചില തീസിസിലൊക്കെ എഴുതിയിരിക്കുന്നത്. അപ്പം കാർട്ടൂണിൻ്റെ പിന്നിൽ ഒരു ദൈവശാസ്ത്ര ചിന്തയുണ്ട്. കാർട്ടൂണിൻ്റെ പിന്നിൽ ചില വിഷയങ്ങളുണ്ട്. പ്രത്യേകിച്ച് കാർട്ടൂൺ വരയ്ക്കുമ്പോൾ നീതി, സമാധാനം സംരക്ഷിക്കണം, സോഷ്യൽ ജസ്റ്റിസ് നിലനിർത്തണം, അനീതിക്കെതിരെയുള്ള പോരാട്ടമായി ഞാനതിനെ കാണുകയാണ്. പ്രകൃതിയിലേക്കുള്ള ഒരു ചൂണ്ടുപലകയാണ് ലാൻഡ്സ്കേപ്പ് ചിത്രം. ഇതിൽ തന്നെ നേച്ചർ ഡ്രോയിങ് ഉണ്ട്, പിന്നെ ജിയോമെട്രി ഉണ്ട്, പിന്നെ സിമ്പിൾസൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്, മെമ്മറി ഡ്രോയിങ് ഒക്കെ ഉണ്ട്. ഇതെല്ലാം നമുക്ക് മറ്റുള്ളവർക്ക് പ്രചോദനം കൊടുക്കാൻ വേണ്ടിയാണ്. എ തിങ് ഓഫ് ബ്യൂട്ടി ഈസ് ജോയ് ഫോർ അവർ, ജോൺ കീറ്റ്സ് പറഞ്ഞു. നിറങ്ങളങ്ങോട്ട് കാണുമ്പോൾ എന്തൊരു സുഖമാണെന്നറിയാം, മനസ്സിനെ രമിപ്പിക്കുന്നു. കാർട്ടൂണുകളും ഓയിൽ പെയിൻറ്റുകളും വരയ്ക്കുന്ന സന്ദർഭത്തിൽ ആദ്യം കാർട്ടൂണ് പബ്ലിഷ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അതിന് മലയാള മനോരമയിൽ കൊടുക്കുമായിരുന്നു, മംഗളത്തിൽ കൊടുക്കും, മനോരാജ്യം, പിന്നെ മറ്റ് മാഗസിനൊക്കെ കൊടുക്കും. ഒപ്പം സുവനീറുകളൊക്കെ ആൾക്കാർ ചോദിക്കാൻ തുടങ്ങി. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ, സൂര്യ TV ഒരു ഇൻ്റർവ്യൂ വന്നായിരുന്നു കാർട്ടൂൺ വരയ്ക്കുന്ന പുരോഹിതൻ. അത് കഴിഞ്ഞ് മലയാള മനോരമ, പിന്നെ ദീപിക, പല പത്രങ്ങളും വന്നു. മനോരമ ഒരുപാട് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. കാരണം മലയാള മനോരമയുടെ ചേർന്ന് പല സംഭവങ്ങളിൽ എനിക്ക് പ്രോത്സാഹനം തന്നിരുന്നു. മാസ് കമ്മ്യൂണിക്കേഷൻ മാസ്റ്റേഴ്സൊക്കെ ചെയ്യുന്ന സമയത്ത് എൻ്റെ വിഷയം, തീസിസ് വിഷയം ചൈൽഡ് ഡെവലപ്മെൻറ്റ്, കമ്മ്യൂണിക്കേഷൻ ഫോർ ചൈൽഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് അഖില കേരള ബാലൻസൊക്കെയാണ്. അപ്പോൾ മലയാള മനോരമയൊക്കെ ഇങ്ങനെ പബ്ലിഷ് ചെയ്ത സമയത്ത് കാർട്ടൂണുകൾ പ്രദർശിപ്പിച്ചാൽ കൊള്ളാമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് തിരുവല്ല പൂരത്തിന്, തിരുവല്ലയിലുള്ള
കലാകാരന്മാരും സാംസ്കാരിക നേതാക്കന്മാരും ഉൾപ്പെടുന്ന സംഘത്തിൽ തിരുവല്ല പൂരത്തിൽ ഞാൻ പോയി ബന്ധപ്പെടാനായിട്ട് ഇടയായി. അവരെന്നെ അതിൻ്റെ ഭാഗമാക്കി. അവിടെ വെച്ചാണ് ആദ്യമായിട്ട് കാർട്ടൂൺ പ്രദർശനം നടത്തുന്നത്. പിന്നീട് കുറേ കൂടെ ഡെവലപ്പ് ചെയ്ത് കമ്പ്യൂട്ടർ പഠിച്ചു. പിന്നെ പ്രിൻറ്റിങ് ടെക്നോളജി പഠിക്കാനായിട്ട് ട്രിവാൻഡ്രത്ത് പോയായിരുന്നു. അതെല്ലാം പഠിക്കുന്ന സമയത്ത് കാർട്ടൂണുകൾ ഫോട്ടോഷോപ്പിനകത്ത് കൊണ്ടുപോകാനും കോറൽ ഡ്രോയ്ക്കകത്തൊക്കെ കൊണ്ടുപോയി വരയ്ക്കാനുള്ള ഒരു ക്രമീകരണം ചെയ്തു. ഇപ്പോൾ ഫോട്ടോഷോപ്പിനകത്താണ് കൂടുതലും ചെയ്യുന്നത്. വരയ്ക്കുന്നതെല്ലാം വരയ്ക്കുന്നു, സ്കാൻ ചെയ്യുന്നു, അത് കളർ ഫില്ല് ചെയ്യുന്നു, ഡിസൈൻ കൊടുക്കുന്നു, അങ്ങനെ ബ്യൂട്ടിഫുള്ളായിട്ടാണ് ചെയ്യുന്നത്. അങ്ങനെ കുറേ കാർട്ടൂണുകളായപ്പോൾ കോട്ടയത്ത് ഞാൻ വർക്ക് ചെയ്യാൻ പോയ സമയത്ത് മണർകാട് YMCയുമായിട്ട് ബന്ധപ്പെട്ട് അവരുമായി ബന്ധപ്പെട്ടപ്പോൾ പല പ്രോഗ്രാമിനും വിളിച്ചപ്പോൾ കാർട്ടൂൺ പ്രദർശനം നടത്തി. മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയാണ് അത് ഉദ്ഘാടനം ചെയ്തത്. ഇപ്പോൾ എൻ്റെ അടുത്തിരിക്കുന്ന ചിത്രം തിരുവല്ല YMCയ്ക്ക് വേണ്ടി വരച്ചതാണ്, പൂർത്തിയാക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. ക്രിസോസ്റ്റം ധന്യസ്മൃതിയോട് ചേർന്ന് കേരളത്തിലെ കലാകാരന്മാരെ വിളിച്ച് വരച്ചതിൻ്റെ ഒരു ചെറിയ എണ്ണഛായാചിത്രമാണ് ഞാനിവിടെ ക്യാൻവാസിൽ വരച്ചു വെച്ചിരിക്കുന്നത്. പിന്നെ ഓതറ സെൻറ്റ് പോൾസ് പള്ളിയുടെ ജൂബിലി സമയത്ത് ക്രിസോസ്റ്റം തിരുമേനി പബ്ലിക് മീറ്റിങ്ങിന് വന്നിരുന്നു. ഞാനും വരവേഗ കാർട്ടൂണിസ്റ്റ് എക്കോ ഫിലോസഫർ ആയിരിക്കുന്ന ജിതേഷ്ജിയും പങ്കെടുത്തു. അന്ന് എൻ്റെ കാർട്ടൂൺ പ്രദർശനം ഉണ്ടായിരുന്നു. ജർമ്മനിയിൽ നടത്തിയിരുന്നു, കാൻറ്റർബറിയിൽ നടത്തിയിരുന്നു. അതെല്ലാം ഫാമിലി കോൺഫറൻസുകൾ ക്രമീകരിക്കുമ്പോഴാണ്. ഇവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് രാജസ്ഥാനിൽ ഒരു പള്ളിയിൽ ഇടവദനത്തിന് പോയായിരുന്നു. അപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു കാർട്ടൂൺ പ്രദർശനം നടത്തുന്നത്. അപ്പോൾ നമ്മളിതെല്ലാം സ്റ്റോക്ക് കൊണ്ടു തുണി വരെ കൊണ്ട് വലിച്ചു കെട്ടിയാണ്, സ്റ്റാൻഡൊന്നും ഇല്ലാത്തതുകൊണ്ട് ശരിക്കും ചെയ്യുന്നത്. ഇംഗ്ലണ്ടിൽ ചെയ്തിരുന്നു, പിന്നെ ഡൽഹിയിൽ നമ്മളെ കാണിച്ചിരുന്നു. അങ്ങനെ പലയിടങ്ങളിൽ അത് നടത്തി. അടൂർ പ്രദർശനം നടത്തിയിരുന്നു. ഇങ്ങനെ പലയിടത്തും ചെയ്തിട്ടുണ്ട്. അവിടെയെല്ലാം നമുക്ക് പ്രോത്സാഹനം ഉണ്ടായി. പ്രത്യേകിച്ച് എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഓയിൽ പെയിൻറ്റിങ് ചെയ്യുന്നത് ഒരു ത്രില്ലായിരുന്നത് കൊണ്ട് വിശ്രമവേളയിൽ രാത്രി കാലങ്ങളിലൊക്കെ ഓയിൽ പെയിൻറ്റ് ചെയ്യും. അത് പള്ളിയിൽ ഹാർവസ്റ്റ് ഫെസ്റ്റിവലിന് കൊടുക്കും. ലണ്ടൻ പള്ളിയിൽ 3 ഓയിൽ പെയിൻറ്റിങ് ചെയ്ത് കൊടുത്തു. 5 ലക്ഷം രൂപ വെച്ച് ഇങ്ങനെ കിട്ടുകയാണ്. അപ്പോൾ അങ്ങനെ 15 ലക്ഷം രൂപ ആയിട്ട് ചാരിറ്റിക്ക് വേണ്ടി അത് നീക്കിയിട്ടു. അതിൽ നിന്ന് കുമ്പനാട് ഫെലോഷിപ്പിന് ജോസഫ് മാർത്തോമ്മയുടെ കയ്യിൽ കൊടുത്തു, കിഡ്നി ഡയാലിസിസ് യൂണിറ്റ് വേണ്ടി. മറ്റിടത്ത് ചാരിറ്റി ചെയ്തു. ഡൽഹിയിലെ ചാരിറ്റി ഭവനരഹിതരായ ആളുകൾക്ക് കൊടുക്കാൻ വേണ്ടിയായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ ഉള്ളതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങളോട് അവർ ശ്രദ്ധിച്ചിട്ട് അച്ഛന് ആൾക്കാർക്ക് താല്പര്യമുണ്ട്, ഏത് ഫീഡിൽ കൊടുക്കണമെന്ന് പറയാം, അവർ നിർബന്ധിക്കുമായിരുന്നു. അങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും സമന്വയിപ്പിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ചെയ്തു. അതൊരു വലിയ സന്തോഷമാണ്. ആദ്യമായി അവാർഡ് കിട്ടുന്നത് തിരുവല്ല പൂരത്തിനാണ്. അത് കാർട്ടൂൺ പ്രദർശനത്തിനുള്ള അംഗീകാരമായിരുന്നു. രണ്ടാമത് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം ക്രിസോസ്റ്റം തിരുമേനിയുടെ നവതിയോടനുബന്ധിച്ച് ദുബായിൽ ഒരു വലിയ കാർട്ടൂൺ പ്രദർശനം നടത്തിയിരുന്നു. അന്ന് നമ്മളിവിടെ നിന്ന് പടമെല്ലാം വരച്ച് ലാമിനേറ്റ് ചെയ്തൊക്കെ വേണം നല്ല കളർ പ്രിൻ്റൊക്കെ എടുത്ത് അവിടെ കൊടുത്തു. അവിടെ സിസ്റ്റമാറ്റിക്കായിട്ട് എൻ്റെ സ്നേഹിതൻ ജോബി ജോഷുവ ഭംഗിയായി ചിട്ടയായി ചെയ്തു. അതായത് ഞാൻ അനുസ്മരിക്കുകയാണ്. അദ്ദേഹം അവിടെ കൊണ്ട് നടത്തിയിട്ട് എനിക്ക് അവിടെ നിന്ന് അവാർഡ് തന്നു. ഈ കലയെ പോലെ തന്നെയാണ് അക്ഷരങ്ങളിലൂടെ ദൈവരാജ്യ മൂല്യങ്ങൾ ആവിഷ്കരിക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങനൊരു കഴിവുണ്ടെന്ന് മനസ്സിലാക്കി ലേഖനങ്ങൾ എഴുതുമായിരുന്നു. സഭാധാരക, യുവദീപം, സുവിശേഷ ദൂതൻ, വനിതാബോധിനി, മറ്റ് മാഗസിനുകളിലെ ലേഖനങ്ങൾ എഴുതും, സന്ദർശനിയൊക്കെ. കോളേജ് മാഗസിനകത്തൊക്കെ SCMൻ്റെ പ്രസിഡൻ്റായിരിക്കുമ്പോൾ ആ പൊസിഷനൊക്കെ വെച്ച് ടൈറ്റിലൊക്കെ കൊടുത്ത് ആർട്ടിക്കിൾ എഴുതുമായിരുന്നു. അങ്ങനെ ലേഖനങ്ങൾ എഴുതി കഴിഞ്ഞ സമയത്താണ് ഒരു ബുക്ക് എഴുതണമെന്നൊരാഗ്രഹം ഉണ്ടായത്. ആദ്യമായി ഞാൻ എഴുതിയ ദൈവരാജ്യവും സഭയുടെ സാമൂഹ്യ ധർമ്മം ഇത് ക്രൈസ്തവ സാഹിത്യ സമിതി പ്രസിദ്ധീകരിച്ചപ്പോൾ ജീവിതത്തിൽ അതുല്യമായ സന്തോഷം. പിന്നീട് ദൈവാത്മാവിലൂടെ നവചൈതന്യം എന്ന് പറയുന്ന ഈ ഒരു ബുക്ക് എഴുതാനായിട്ട് ഇടയായി. അങ്ങനെ എഴുതി വന്ന് പലത് എഴുതി കഴിഞ്ഞപ്പോൾ ഏകദേശം 14 ബുക്കുകളിപ്പോൾ എഴുതിയിട്ടുണ്ട്. 13 പബ്ലിഷ് ചെയ്തു. ഒരെണ്ണം ഇപ്പോൾ പ്രിൻറ്റിങ്ങിന് വേണ്ടി എല്ലാം തയ്യാറായിരിക്കുക. ഹൃദയത്താളം. ഇതിൽ വിവരവിജ്ഞാന വിസ്ഫോടന യുഗങ്ങൾ, ആ ഒരു ബുക്കിനാണ് മാർത്തോമ്മ സാഹിത്യ അവാർഡ് കിട്ടിയത്. ഇതെനിക്ക് ഭയങ്കര ത്രില്ലായിരുന്നു. കാരണം സഭയുടെ സാഹിത്യ അവാർഡ് കിട്ടിയപ്പോൾ ഞാനൊരു എഴുത്തുകാരനായിട്ട് മാറി. അങ്ങനെ പല ബുക്കുകൾ എഴുതിയിരുന്നു. വിനിമയം, മനുഷ്യമഹത്വത്തിന്. പിന്നീട് എഡിറ്റ് ചെയ്ത ബുക്കുകളുണ്ട്. സഭയുടെ ദർശനവും ദൗത്യവും ഒരുപാടെണ്ണം എഡിറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ലാസ്റ്റിൽ എഴുതിയതാണ്, 13ാമത്തെ ബുക്കാണ്. സംവാദം സംവേദനം, ചില ക്രൈസ്തവ വിചിന്തനങ്ങൾ. ഇതിനകത്ത് ജോസഫ് മാർത്തോമ്മ അവതാരിക എഴുതി തന്നിട്ടുണ്ട്. എൻ്റെ കൂട്ടുകാരായ എഴുത്തുകാരനും സാഹിത്യകാരനുമായ TTയുടെ മുൻ പ്രിൻസിപ്പൽ
ഷാജി ജോസ് സാറ് ആശംസ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ മലയാള മനോരമയിലെ പ്രഗത്ഭനായ ഒരു എഴുത്തുകാരന്, അവിടുത്തെ എഡിറ്ററുമായിരുന്ന ഡോക്ടർ പോൾ മണലി സാർ എനിക്ക് അവതാരികയും വ്യാഖ്യാനങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. എന്നെ ഒരുപാട് പ്രോത്സാഹിപ്പിച്ച മലയാള മനോരമയുടെ ചീഫ് കോർഡിനേറ്റിംഗ് എഡിറ്ററായി പത്തനംതിട്ടയിൽ നിന്ന് വിരമിച്ച ക്രിസ് സാറ്, അദ്ദേഹം എഴുതി തന്നിട്ടുണ്ട്. ഇങ്ങനെ ധാരാളം ആളുകൾ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബുക്കായിരുന്നു വരയും മൊഴിയും. കമ്മ്യൂണിക്കേഷൻ പഠനം കഴിഞ്ഞിട്ട് ഇറങ്ങി വരുന്ന സമയത്ത് മാർ ക്രിസോസ്റ്റം തിരുമേനിയുടെ ചില ചിന്തകൾ, അദ്ദേഹത്തിൻ്റെ സ്റ്റോറി ടെല്ലിങ് ഈ ബുക്കിനകത്ത് ഞാൻ എഴുതിയിട്ടുണ്ട്. കാർട്ടൂൺ എന്താണ്, വര എന്താണ്, സംവേദനം എന്താണ്, കമ്മ്യൂണിക്കേഷൻ്റെ പ്രസക്തമായ ചില കാര്യങ്ങൾ, സ്റ്റോറി ടെല്ലിങ്. എന്നിട്ട് ഇതിന് വര എൻ്റേതായിരുന്നു, മൊഴി ക്രിസോസ്റ്റം തിരുമേനിയുടെ ആയിരുന്നു. കാരണം തിരുമേനി പറഞ്ഞ കഥകൾ കൂടെ നടന്നിട്ട് എഴുതിയെടുക്കായിരുന്നു. ഇത് ആദ്യം ഒരു 3000 കോപ്പി പബ്ലിഷ് ചെയ്തു, അത് പ്രിൻ്റ് ചെയ്തു, CSS ആണ് പ്രസിദ്ധീകരിച്ചു, അത് വിറ്റുപോയി. പിന്നെ ഒരു 3000 കോപ്പി പ്രസിദ്ധീകരിച്ചു, അതും മാരാമൺ കൺവെൻഷൻ വിറ്റുപോയി. 6000 കോപ്പി തന്നെ ആദ്യം വിറ്റു. അതിനുശേഷം പിന്നെ ഒരു 3000 കോപ്പി വിറ്റു. പിന്നെ ഏകദേശം 10,000-ലധികം കോപ്പി വിറ്റിരുന്നു. അപ്പോൾ ഇങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത് ഈ കാർട്ടൂൺ വരയിൽ വീഴിയും വിസ്മയം, ഇതിന് അവതാരികയൊക്കെ എഴുതുന്നത് നമ്മുടെ ക്രിസോസ്റ്റം തിരുമേനിയാണ്. കേരളത്തിലെ പ്രഗത്ഭരായ പ്രശസ്തരായ കാർട്ടൂണിസ്റ്റുകൾ ഇതിനകത്ത് ആശംസകൾ എഴുതി തന്നിട്ടുണ്ട്. അപ്പം ബുക്കുകളിൽ കൂടെ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ സംവേദനമാണ്. മാർത്തോമാ പ്രസിൻ്റെ ഡയറക്ടറായി ചുമതലയേൽക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, എന്താ തൊഴിലെന്ന് ചോദിച്ചാൽ ദൈവരാജ്യ മൂല്യങ്ങൾ അക്ഷരങ്ങളിലൂടെ ആവിഷ്കരിക്കുക. അതിന് ദൈവം കഴിവ് തന്നതുകൊണ്ടാണ് ഞാനത് പരിപോഷിപ്പിക്കാനായിട്ടിടയായി. ഇതൊരു ഗുരുത്വമാണ്. അനേക ഗുരുക്കന്മാർ എന്നെ പ്രോത്സാഹിപ്പിച്ചു. ഏറ്റവും കൂടുതൽ വരയ്ക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നത് ക്രിസോസ്റ്റം തിരുമേനിയുടെ അനുഗ്രഹം കൊണ്ടാണ്. ചിരിയും ചിന്തയും എന്ന ഡോക്യുമെൻ്ററി ചെയ്തിട്ടുണ്ട്. പ്രിയപ്പെട്ട ബ്ലെസ്സി സാറ് 100 years ഓഫ് ക്രിസോസ്റ്റം ചെയ്ത സമയത്ത് ഞാൻ UK നിന്ന് വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛൻ വരണം, തിരുവല്ലായി വരണം. ഡൽഹിയിൽ നിന്ന് തിരുവല്ലായി വന്നു. അദ്ദേഹത്തിൻ്റെ ഡോക്യുമെൻ്ററിയിൽ ക്രിസോസ്റ്റം തിരുമേനിയോടൊപ്പം ഇരുന്ന് കഥ പറയുകയും അദ്ദേഹത്തെ നോക്കി പടം വരയ്ക്കുകയും എന്നിട്ട് കാർട്ടൂണുകൾ വരയ്ക്കുകയൊക്കെ ചെയ്തു. അതൊക്കെ വലിയൊരു ബ്ലെസ്സിങ് ആയിരുന്നു. ബ്ലെസ്സി സാറിൻ്റെ ഒരു ഫിലിമിനകത്ത് ഞങ്ങളൊക്കെ കേരളത്തിലെ കാർട്ടൂണിസ്റ്റുകൾ, അതുപോലെ തന്നെ 100 സാഹിത്യകാരന്മാർ, മോഹൻലാൽ ഉൾപ്പെടെ പ്രഗത്ഭരായ നടന്മാർ, ഒരുപാട് പേര് അതിനകത്ത് ചിത്രീകരിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എന്നെപ്പോലെ സാധാരണക്കാരനായ ഒരു മനുഷ്യനെ അതിനകത്ത് ബ്ലെസ്സി സാർ ഉൾപ്പെടുത്തിയത് തന്നെ വലിയൊരു സന്തോഷവും അംഗീകാരവുമാണ്. കാർട്ടൂൺ കലയുമായി ബന്ധമുള്ളതുകൊണ്ട് ഐക്കണോഗ്രാഫി പഠിച്ചപ്പോൾ കാർട്ടൂണാണ് എൻ്റെ ഒറിജിനൽ. റോമിലെ കാറ്റഗോംസ് ഞാൻ വിസിറ്റ് ചെയ്തു. റോമിലെ പല പള്ളികളിൽ ഞാൻ വിസിറ്റ് ചെയ്തു. അവിടുത്തെ സാലൂസ് പോപ്പുലർ റോമാനി എന്ന് പറയുന്ന ചിത്രത്തെപ്പറ്റി, അത് ലൂക്കോസ് എന്ന് പറയുന്ന സ്ലീഹ വരച്ചതാണ്. ആ ഒരു ചരിത്ര പശ്ചാത്തലമുണ്ട്. അതിൻ്റെ കോപ്പികൾ കേരളത്തിലുണ്ട്. അത് ഞാൻ പഠിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻ അത് പഠിച്ചു. അതിനകത്ത് പ്രധാനമായിട്ടും ഞാൻ പറഞ്ഞത് എവരി സൈൻ ആൻഡ് സിമ്പിൾ ഇൻവൈറ്റ്സ് തോട്ട്സ്, ആ ചിന്താധാരയൊക്കെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. എൻ്റെ വരയും എൻ്റെ പെയിൻറ്റിങ്ങും എൻ്റെ റിസർച്ച് പഠനത്തിന് വഴിതെളിച്ചു. പ്രിൻറ്റിങ് ടെക്നോളജി പഠിക്കാൻ പോയതുകൊണ്ട് തീസിസ് എങ്ങനെ സെറ്റ് ചെയ്യണമെന്ന് പഠിച്ചു. കവർ ഡിസൈൻ ചെയ്യാൻ പഠിച്ചു. ഇതിനെല്ലാം അവസരം ഒരുക്കി എൻ്റെ പ്രിയപ്പെട്ട, എൻ്റെ നെഞ്ചോട് ചേർത്ത് വെച്ചിരിക്കുന്ന മലങ്കര മാർത്തോമാ സുറിയാനി സഭയാണ്. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഇതിനെല്ലാം പ്രചോദനം ദൈവമാണ്, കുടുംബമാണ്. കുടുംബം പ്രോത്സാഹിപ്പിക്കുന്നത്. കാരണം സാമ്പത്തിക ബുദ്ധിമുട്ടിൻ്റെ മധ്യത്തിലാണ് പഠിക്കാൻ പോകുന്നത്. എങ്ങനെ രൂപ ഉണ്ടാക്കുന്നു എന്നൊക്കെ ചിന്തിച്ച സമയത്ത് പിതാവ് സഹായിച്ചിട്ടുണ്ട്. വീട്ടിൽ നിന്ന് പുരയിടത്തിൽ തേക്കൊക്കെ വെട്ടി തന്നിട്ടുണ്ട്. നീ പോയി പഠിക്കാം, എത്രയും പഠിക്കണം. അതെൻ്റെ പിതാവിൻ്റെ ചിന്തയായിരുന്നു. അമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ എൻ്റെ കലയും എൻ്റെ സംസ്കാരവും എൻ്റെ ജീവിതചര്യയും എൻ്റെ തീസിസ് വർക്കിനും എൻ്റെ മിനിസ്ട്രിക്കും ഏറെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. നിങ്ങളെല്ലാം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മുടെ ജീവിതത്തിൽ നിന്ന് അനേകർക്ക് പ്രചോദനം കൊടുക്കുവാനിടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കല ദൈവത്തിൻ്റെ മഹത്വം വർണ്ണിക്കണം. ആകാശവിധാനം അവൻ്റെ കൈവേല പ്രസിദ്ധമാക്കുന്നത് പോലെ നമ്മുടെ ജീവിതം മാധ്യമമാകണം. അതിന് ദൈവം സഹായിക്കട്ടെ.